ആരാന്ന് പറ. ഈ ചന്ദ്രയുടെ കണ്ണ് പൊത്താനായിട്ട് ലോകത്ത് ഒരാൾക്ക് മാത്രമേ ധൈര്യമുള്ളൂ. പേര് പറ. അത് എന്റെ റോഡ് റോളറിന്റെ ഡ്രൈവറായ സുഗുവണ്ണനാണ്. എനിക്കറിയാം. എന്തേത്ര താമസിച്ചത് വരാൻ വൈകിയത്? ഒരു മൂഡില്ലായിരുന്നു. അതെന്താ കാര്യമെന്ന് ഞാൻ പറയട്ടെ. എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചാലത്തെ സങ്കടമല്ലേ? ഇയാൾക്ക് ഗിഫ്റ്റ് മേടിച്ച് തരാത്തോണ്ടൊന്നും അല്ല. പിന്നെ ഇന്നലെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. എന്ത്? നമ്മുടെ വണ്ടിയില്ലേ, വണ്ടി ഇന്നലെ ഞാൻ സൈഡ് ഒതുക്കിയിട്ടിട്ട് പോയതാണ്. ഏതോ ഒരു മെനകെട്ട ചെറുക്കം വന്നിട്ട് അതിന്റെ അട എടുത്ത് കളഞ്ഞു. അത് ഉരുണ്ട് എങ്ങാട്ടി എന്ന് കയറി. അയ്യോ, ആൾക്കാർക്ക് വല്ലതും പറ്റിയോ? ആൾക്കാർക്കൊന്നും പറ്റിയില്ല, പക്ഷെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അന്നത് മുതലാളിനെ വിളിച്ച് പറ. മുതലാളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് എന്നെ കൊണ്ട് ചെലവാക്കിക്കും. പിന്നെ നമ്മളെന്ത് ചെയ്യും? എന്റെ കയ്യിൽ നിന്ന് വന്ന് തെറ്റല്ലേ? ഒരു കാര്യം ചെയ്യും, അതിന്റെ ഫ്രണ്ട് വീല് പഞ്ചറാണ്. മുതലാളി വരുന്നതിന് മുമ്പ് പഞ്ചർ ഒട്ടിച്ച് നമുക്ക് പണി തുടങ്ങണമെന്ന്. പൈസ നീ തരണം. എന്ന് എന്റെ കയ്യിൽ നിന്നാട്ടാ പൈസ വാങ്ങിക്കുന്നത്? 1000 രൂപ തരണം. പിന്നെ എപ്പോ നോക്കിയാലും ഈ വണ്ടിയുടെ ടയർ പഞ്ചർ. ഞാൻ പൈസ തരണം. പൈസ തരുമ്പോ മാത്രം ഉണ്ട് ഒരു സ്നേഹം. അല്ല, മുതലാളി ഇവിടുത്തെ പണി കഴിയുമ്പോഴത്തേക്ക് കണക്ക് തീർത്ത് തരുമ്പോ ഞാനിത് സെറ്റ് ചെയ്തോളാം. എല്ലാരും ചോദിച്ചു തുടങ്ങി, ഇങ്ങനെ നടന്നാ മതി, ആ കല്യാണം കഴിക്കണ്ടേ, കല്യാണം ആയില്ലെന്നു. ഇവിടുത്തെ പണി കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം ഫിക്സ്. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. അതെ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്താ? നമ്മുടെ കല്യാണം കഴിയല്ലോ, അപ്പൊ നമുക്ക് മക്കളൊക്കെ ഉണ്ടാകത്തില്ലേ? പിന്നെ അങ്ങനെയാണെങ്കിലേ ആദ്യം ഒരു ആങ്കൊച്ചാണെങ്കിൽ അവൻ എന്ത് പേരിടും? ആദ്യത്തെ കൊച്ച് ആങ്കൊച്ചാണെങ്കിൽ നമ്മൾ ടാറിന്റെ പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ, അവന് ഞാൻ ടാർസൻ എന്ന് പേരിടും. ടാർസൻ? അത് കൊള്ളാം. പെങ്കൊച്ചാണെങ്കിലോ? പെങ്കൊച്ചാണെങ്കിൽ ടാറും മെറ്റൽഡ. അടിപൊളിയല്ലേ? അപ്പൊ ടാർസനും മെറ്റൽഡായും. കൊള്ളാം കൊള്ളാം, അത് മതി. അടിപൊളി.